എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഗാനം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് തോന്നുന്നു. ചന്ദ്രലേഖ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ശ്രീമാന്മാരെ ബേണി ഇഗ്നേഷ്യസ് എന്ന സഹോദരന്മാർ ചേർന്ന് സംഗീതം ചെയ്ത് ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം, രണ്ടാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം എന്ന ഗാനമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെയധികം ഹിറ്റായ ഒരു ഗാനം കൂടിയാണ്. ശ്രീ ഗിരീഷ് പുത്തഞ്ചേരിയുമായിട്ടുള്ള ബന്ധം പറയുമ്പോൾ 1991 എറണാകുളത്ത് ശ്രീ ടി എസ് രാധാകൃഷ്ണൻജിയുടെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, നാദം സ്റ്റുഡിയോ. അവിടെ കണ്ണൂരുള്ള സതീഷ് ആൻഡ് വിനോദ് അങ്ങനെ 2 സഹോദരന്മാർ ചേർന്ന ഒരു ഡിവോഷണൽ സംഗീതത്തിന് ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് ഗിരീഷ് പുത്തഞ്ചേരി ആദ്യമായിട്ട് വരുന്നത്, ഞാൻ കാണുന്നതും. അന്ന് മുതലുള്ള ബന്ധം അരണ്യങ്ങളുടെ വീട് എന്ന ചിത്രത്തിൻ്റെ റെക്കോർഡിങ്ങിനും ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുകയുണ്ടായി. അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു, പല റെക്കോർഡിങ്ങിനും തങ്ങിണിൽ വെച്ചും എല്ലാം. ആ കാലത്തിൽ നമ്മളെ വിട്ടുപോയ ശ്രീ ഗിരീഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ശ്രീ ബേണി ഇഗ്നേഷ്യസ് എന്ന് പറയുമ്പോൾ ശ്രീ ബേണിയുമായിട്ട് ഞാൻ എൻ്റെ സ്കൂൾ പഠനകാലത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. ഞാനും ബേണിയും ഒരേ സമപ്രായക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന് പഠിച്ച് നടന്ന ആൾക്കാരാണ്. ആ സമയത്ത് ചെറിയ ചെറിയ ഗാനമേളകൾക്ക് ഒരു ഹാർമോണിയം, ഒരു തബല, ഒരു ഫ്ലൂട്ട്, ഒരു ഗിറ്റാർ, അങ്ങനെ ചെറിയ ഗാനമേളകൾക്കെല്ലാം ബേണി ഹാർമോണിയം വായിക്കാൻ വരുമായിരുന്നു, ഞാൻ ഫ്ലൂട്ടിലും. അങ്ങനെ ഞങ്ങൾ അന്ന് മുതലുള്ള സ്നേഹബന്ധമാണ്, അതിപ്പോഴും അങ്ങനെ തുടരുന്നു. പിന്നെ അദ്ദേഹം ആദ്യമായിട്ട് സംഗീതം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേട്ടനായ ശ്രീ ഇഗ്നേഷ്യസും ചേർന്നാണ് സംഗീതം ചെയ്തത്. എറണാകുളത്തെ ഏറ്റവും ഫേമസ് കാസറ്റായ രഞ്ജിനി കാസറ്റ്, ശ്രീ ഉസ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രഞ്ജിനി കാസറ്റിന് വേണ്ടിയാണ് ബേണിയും ഇഗ്നേഷ്യസും കൂടി ചേർന്ന് ഗാനങ്ങൾ ഒരുക്കിയിരുന്നത്. അതിൽ ഷിബു ചക്രവർത്തിയായിരുന്നു മിക്കവാറും ഗാനങ്ങൾ എഴുതിയിരുന്നത്. ശ്രീ ഡെന്നീസും എല്ലാം അവിടെ വരുമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് സംഗീതം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ബേണിയുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നു. ഈ പാട്ടിൻ്റെ ശ്രുതി എഫ്, അതായത് 4 കട്ട 2 ഫിംഗർ എഫിൻ്റെ ഫ്ലൂട്ടിലാണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ രാഗം പറയുകയാണെങ്കിൽ ഏകദേശം മധ്യമാവധിയുടെ ഒരു സ്കെയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ സാധാരണ ഗാന്ധാരം, അതായത് ചെറിയ ഗാന്ധാരവും ചെറിയ ദൈവതവും വലിയ ദൈവതവും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. മധ്യമാവധി എന്ന് പറഞ്ഞ രാഗം എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട രാഗവും ഫേമസ് ആയിട്ടുള്ള രാഗവുമാണ്. മധ്യമാവധിയുടെ സ്വരങ്ങൾ സാ രേ മാ പ നീ സാ സാ നീ നി പ മാ ചെറിയ മാ രേ വലിയ രീ സാ.
ഞാൻ മധ്യമാവധിയിൽ ദൈവതവും വലിയ ദൈവതവും ചെറിയ ദൈവതവും സാധാരണ ഗാന്ധനും കൂടി മിക്സ് ചെയ്താണ് ഇപ്പോൾ വായിച്ചത്. പാട്ടിൽ അങ്ങനെയെല്ലാം വരുന്നുണ്ട്. ലൈറ്റ് മ്യൂസിക് ആകുമ്പോൾ എപ്പോഴും അങ്ങനെ ഒരു പക്ക ഒരു രാഗത്തിലായിരിക്കില്ല. വരികളുടെ വേരിയേഷൻ അനുസരിച്ച് ട്യൂണിലും ചില വേരിയേഷനും അന്യസ്വരങ്ങളും വരും. അതാണ് ലൈറ്റ് മ്യൂസിക്. അപ്പോൾ ഇതിൻ്റെ താളം തിസ്രനട 6/8 എന്ന് പറയും. തക്കിട്ട 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 1 2 3 4 5 6 1 2 3 4 5 6 അങ്ങനെ വരുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ ഇത് 97ാമത്തെ ഗാനമാണ്. 96 ഗാനങ്ങളും നിങ്ങൾ പഠിച്ച് വായിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക്കിലേക്ക് പോകുമ്പോൾ ആദ്യമേ അപ്പക്കുട്ട തൊപ്പിക്കാര എപ്പ കല്യാണം അങ്ങനെ സംഭവം വരുന്നുണ്ട്. അതിൽ ശ്രുതിയൊന്നുമില്ല, വെറുതെ വർത്തമാനം പറയുന്നത് പോലെ, ചോദ്യം പോലെ. അത് കഴിഞ്ഞിട്ട് വെസ്റ്റേൺ വയലിൻസ്, ഗ്രൂപ്പ് വയലിൻസ്, അതാണ് ആദ്യം വന്നിരിക്കുന്നത്. വെസ്റ്റേൺ വയലിൻസ്, പിന്നെ അതിൻ്റെ കൂടെ ബേസ് ആയിട്ടുള്ള വയലിൻ്റെ ഷേപ്പിലുള്ള ചെല്ലോ, പിന്നെ മാൻലിൻ, പിന്നെ ബെൽസ്, അങ്ങനെ ഇത്ര ഇൻസ്ട്രുമെൻ്റാണ് വന്നിരിക്കുന്നത് ഇൻട്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ സരിഗരി 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 സാ വയലിൻ, സരിഗരി 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 സാ, സാധാരണ കഥ വരും. സരിഗരി 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 സാ, നിസരി സ നിസരി സ നിസരി സ നി, നിസരി സ നിസരി സ നിസരി സ നി, നിസരി സ നിസരി സ നിസരി സ നി. ഒന്നിട്ട് വായിക്കാം. അങ്ങനെ സ്പീഡിലാണ് വരുന്നത് വയലിൻ. അപ്പോൾ സരിഗരി 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 സ എന്ന് വായിക്കുമ്പോൾ ചെല്ലോ, ബേസ് വയലിൻ്റെ ഷേപ്പുള്ള മടിയിൽ വെച്ച് വായിക്കുന്നത്. അതിൽ സ ആ പ സ 2 3 നീ മ നീ സ ആ പ സ ആ നീ മ നീ. ഇത് രണ്ടും കൂടി ചേർന്നാണ് വരുന്നത്. പിന്നെ സരിഗരി 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 സ എന്ന് പറയുമ്പോൾ മാൻഡലിനും ബാൻജും കൂടി ചേർന്നിട്ട്, ബാൻജോ മുസ്ലിം ഇതിന് വായിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ സരിഗരി 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 സ ഗരി സ നി ദ, വൺ ഗരി സ നി ദ, ചെറിയ ഗ, രി വലിയ രി, സ നീ ചെറിയ നീ ചെറിയ ദ, അവിടെ ചെറിയ ദ വരും. വൺ ഗരി സ നി ദ, സരിഗരി 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 സ ഗരി സ നി ദ. പിന്നെ നിസരി സ നിസരി സ നിസരി സ നീ വായിക്കുമ്പോൾ രി സ നി ദ പ മൻ, രി സ നി ദ പ മൻ, രി സ നി ദ പ, അവിടെ ചെറുത, രി സ നി ദ പ. അങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ കൂടെ ചെല്ലോ, നീ മാനി 2 3, ആദ്യം ചെല്ലോ സ ആ പ സ 2 3 നീ മാനി 2 3. അതിൻ്റെ കൂടെ മാൻലൈൻ സരിഗരി 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 സ, സരിഗരി 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 സ, അങ്ങനെ വരും. ചെല്ലോ, അത് കഴിഞ്ഞിട്ട് നിസരിഗ സരിഗമ രിഗമ പ ഗമ പദനി സരിഗമ പദനി സ. വയലിൻ്റെ ഒരു വലിയൊരു ഒരു റൺസ് വരും. നിസരിഗ സരിഗമ രിഗമ പ ഗമ പദനി സരിഗ മ പദനി സ, അങ്ങനെ പോകും. അത്
നിസരിക സരിഗമ രിഗമപ്പ ഗമപ്പ ധനി സരി ഗമപ്പ ധനി സ അങ്ങനെ പോകും. ഫ്ലൂട്ടിൽ അത്ര റേഞ്ച് കിട്ടില്ല. മപ്പ വരെ കിട്ടുള്ളൂ ഫ്ലൂട്ടിൽ. മപ്പ ധനി സ എന്നുണ്ട്. അപ്പം അതിൻ്റെ മോളത്ത് വെഞ്ചരിക്ക് പോകും. നിസരിക സരിഗമ രിഗമപ്പ ഗമപദ ഗമപദം നിസരിക ഗമപദ നിസരിഗമപദ നിസ അങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ സാ എന്ന് വായിക്കുമ്പോൾ ബാൻജോ മാൻഡലിൻ പസസ 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 എന്ന് ഈ ടണ്ടൻ ടൺ ടണ്ടൻ ടൺ ടണ്ടൻ ടൺ ടണ്ടൻ ടൺ മാൻഡലും ബാൻജോയും വരും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ടണ്ടൻ ടൺ ടണ്ടൻ ടൺ ടണ്ടൻ ടൺ ടണ്ടൻ 2 ബാർ എക്സ്ട്രാ വരും. അതുകൊണ്ട് ഫ്ലൂട്ട് സാ നി സ നി സരി ഗരി സാ നി സരി പാ. അത് കഴിഞ്ഞ് സാ നി സ നി സരി ഗരി സാ നി സരി സാം സാ നി സരി സാ വരും. ആദ്യത്തെ ഫ്രേസ് അതിനാ. അതിനുകൂടെ ചെല്ലോ, അത് ബേസ് വയലിൻ. ഗ ആ ആ മ ആ ആ ഗ ആ ആ സ ആ ആ ഗ ആ ആ മ ആ ആ ഗ ആ ആ സ. അവിടെ കട്ട് ചെയ്യും. ഇൻട്രൊഡക്ഷൻ മ്യൂസിക് ഒന്നുകൂടി വായിക്കാൻ ശ്രമിക്കാം. 1 2 3 1 2 3. ഇതാണ് ഈ ഇൻട്രൊഡക്ഷൻ മ്യൂസിക്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാവാത്ത ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 9447200365 എന്ന നമ്പറിലേക്ക് എന്നെ വിളിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണ്. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ പല്ലവിയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.